അപ്പോൾ നമ്മൾ സാധ്യതകളാണ് മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള സാധ്യതകൾ തുടങ്ങിയായിരുന്നു. സാധ്യത കണ്ടുപിടിക്കാനുള്ള മാർഗം ടോട്ടൽ ഔട്ട്കംസ്, നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. കേട്ടോ, എന്താണ് ടോട്ടൽ ഔട്ട്കംസ് എന്നുള്ളതൊക്കെ നോക്കാം. അതായത് ഒരു ബോക്സ്, ആ ബോക്സിനകത്ത് ഒരു 4 മാങ്ങ ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര മാങ്ങയാണ്? 4 മാങ്ങ. ഓക്കെ, അതേപോലെ ഞാൻ മാങ്ങ വരയ്ക്കാൻ നോക്കി, പക്ഷെ മാങ്ങ ആയില്ല. 5 ഓറഞ്ച് ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട്? 5 ഓറഞ്ച് ഉണ്ട്. ഒരു 3 ആപ്പിളുണ്ട് കേട്ടോ. 3 ആപ്പിളുണ്ട്. എന്തൊക്കെയാണുള്ളത്? 4 മാങ്ങയുണ്ട്, 5 ഓറഞ്ചുണ്ട്, 3 ആപ്പിളുണ്ട്. ശരിയാണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബോക്സിൽ നിന്ന് നമ്മൾ കണ്ണും അടച്ച് എന്തെടുക്കണം? ഈ ബോക്സിൽ കൈയിട്ടിട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നത് മാങ്ങയാകാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിക്കും. എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ബോക്സിനകത്ത് മാങ്ങയും ഓറഞ്ചും ആപ്പിളും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ട് വെച്ചേക്കുവാണ്. നമ്മളോട് പറയുന്നത് നമ്മൾ കണ്ണുടച്ചതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ, എത്ര എണ്ണം എടുക്കണം? ഒരെണ്ണം എടുത്താൽ അത് മാങ്ങയാകാനുള്ള ചാൻസ് എത്രയാണ് എന്ന് നമ്മളോട് ചോദിക്കും. പിടികിട്ടിയോ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് മൊത്തത്തിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ടെന്ന് നോക്കുക. മൊത്തം എത്ര ഉണ്ട്? 4 മാങ്ങ, പിന്നെ 5 ഓറഞ്ച്, പിന്നെ 3 ആപ്പിള് അല്ലേ? എല്ലാം കൂടെ ചേരുമ്പോൾ എത്ര ആയി? 12 ആയില്ലേ? അപ്പോൾ അതാണ് ടോട്ടൽ ഔട്ട്കംസ് നമ്മളിവിടെ പറഞ്ഞ സാധനം. ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഈ ബോക്സിൽ എത്ര എണ്ണം ഉണ്ടോ അതാണ്. അപ്പോൾ ഇവിടെ 12 എന്ന് എഴുതാം. ഈ 12 എണ്ണത്തിൽ മാങ്ങ എത്രയുണ്ട്? 4 ഉള്ളൂ. അപ്പോൾ 4 എന്ന് എഴുതാം. കണ്ടോ? അപ്പം 12 എണ്ണത്തിൽ 4 ചാൻസാണ് മാങ്ങ എടുക്കാനുള്ളത്. കേട്ടോ? പിടികിട്ടിയോ? സാധ്യത എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, അത് എഴുതുക. അതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇത് തമ്മിൽ വെട്ടാം. 4 ഗുണം 3 12, അതായത് 1/3 എന്ന് വെട്ടി എഴുതാം. കേട്ടോ? ഇനി ഇതേ ബോക്സിൽ നിന്ന് നമ്മളോട് ഓറഞ്ച് എടുക്കുവാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി, അതിൻ്റെ സാധ്യത എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? അപ്പോഴും നമ്മൾ പറയേണ്ടത് ഓറഞ്ച് എടുക്കാനുള്ള സാധ്യത അല്ലേ സമം ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ 12 എണ്ണം ഉണ്ട്. ശരിയല്ലേ? ആ 12 എണ്ണത്തിൽ ഓറഞ്ച് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ 5/12 എന്ന് എഴുതാം. ശരിയാണോ? ഇത് തമ്മിൽ വെട്ടാൻ പറ്റാത്തതുകൊണ്ട് ആൻസർ ഇത്രയായിട്ട് അങ്ങ് എഴുതുക. 5/12. അതായത് 12 എണ്ണത്തിൽ 5 എണ്ണം എന്തായിരിക്കും? ഓറഞ്ച് ആയിരിക്കും. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി ആപ്പിളിൻ്റെ ആണ് സാധ്യത ചോദിക്കുന്നതെങ്കിൽ ആപ്പിൾ എടുക്കാനുള്ള സാധ്യത, ആപ്പിളിൻ്റെ സാധ്യത ശരിയാണോ? എന്താണ് ആപ്പിളിനുള്ള സാധ്യത? ആപ്പിളിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ആകെ 12 ഫ്രൂട്ട്സ് ഉണ്ട്. അതിൽ നിന്നും ആകെയുള്ള ആപ്പിള് 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ 3/12 എന്ന് പറയുന്ന സാധ്യത. പിടികിട്ടിയോ? ആകെ ഉള്ളത് 12 എണ്ണവും ആപ്പിൾ എത്ര എണ്ണേ ഉള്ളൂ? 3 എണ്ണം. അപ്പം 3/12 എന്ന് എഴുതാം. പിടികിട്ടിയോ? ഇനി ഇത് തമ്മിൽ വെട്ടാൻ പറ്റും. 4 ഗുണം 3 12 എന്ന് കിട്ടും. അതായത് 1/4 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ചെറിയൊരു ഡൗട്ട് വെച്ചോട്ടെ. ചോദിച്ചോ. ആ മണ്ണില്ലേ? കണ്ണോ? മണ്ണ് 1/2 എഴുതിയില്ലേ?
1/2 4. ഇതാണോ? ആ ആ അതുക്കകത്ത് 1 സ്ഥിരമായിരിക്കോ? ഓ ഇപ്പം ഞാൻ 2 എന്ന് ഒരു നമ്പർ എഴുതി. ആ ഈ 2 എന്ന് പറയുന്ന നമ്പർ എഴുതിയാലും ആ ഇതിൻ്റെ മീനിങ് 2 ഇൻറ്റു 1 കേട്ടോ. ആ പിടികിട്ടിയോ? 2 ഇൻറ്റു 1 എന്നൊരു മീനിങ് ഇതിനുണ്ട്. ക്ലിയർ ആണോ? പിടികിട്ടിയോ? അതിൽ നിന്ന് നമ്മൾ 2 കളഞ്ഞാലും ബാക്കി ആരുണ്ട്? 1 ഉണ്ട്. 1 അവിടെ കാണും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെട്ടി എഴുതുന്നത്. അപ്പോൾ 4/12 എന്ന് പറഞ്ഞാൽ നോക്കിക്കോണം, 4നെ നമുക്ക് 4 ഗുണം 1 എന്ന് എഴുതാം. 12നെ നമുക്ക് 4 ഗുണം 3 എന്നും എഴുതാം. ശരിയല്ലേ? 12നെ നമുക്ക് 12 ഗുണം 1 എന്ന് 12 ഗുണം 1 6 ഗുണം 2 ശരിയല്ലേ? 4 ഗുണം 3 വീണ്ടും 3 ഗുണം 4 പിന്നെ 5 പറ്റത്തില്ല, 2 ഗുണം 6 ഇങ്ങനെ ഇങ്ങനെ എഴുതി എഴുതി ഇങ്ങനെ പോകും കേട്ടോ. ഇതിനകത്ത് ഏത് രൂപവും എടുക്കാം, പക്ഷെ നമുക്കിവിടെ സ്യൂട്ടാവുന്ന ഏതാണ്? ഇതായതുകൊണ്ടാണ് എടുത്തേക്കുന്നത്. ഇതൊന്നും നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതാമെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. നമ്മളിവിടെ 4 കിടക്കുന്നത് കൊണ്ട് 4ൻ്റെ മുകളിൽ 4 ഉള്ളത് കൊണ്ടാണ് താഴെ ഈ 4ൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ള ഈ ഒരു സാധനം ഇവിടെ കൊണ്ട് എഴുതിയത്. അപ്പോൾ ഈ 4ഉം ഈ 4ഉം വെട്ടിപ്പോവും. അവസാനം എന്ത് കിട്ടും? മുകളിൽ 1 ഉണ്ട്, താഴെ 3 ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 3/12 എന്ന് പറഞ്ഞാലോ അതിനെ എങ്ങനെ എഴുതാം? 3 ഗുണം 1 എന്ന് എഴുതാം, 4 ഗുണം 3 എന്ന് എഴുതാം കേട്ടോ. മുകളിൽ ഒരു 3 ഉണ്ട്, താഴെയും ഒരു 3 ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. എന്നിട്ട് ഈ 3 3 വെട്ടിപ്പോവും, സമം 1/4 കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മളങ്ങ് ഒഴിവാക്കും. നമുക്കിങ്ങനെ കുറേ കണക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ടെന്ന്. അതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് നേരെ ഇങ്ങനെ ഉത്തരം കൊണ്ടെഴുതും. ഇങ്ങനെ വെട്ടും, 3 ഗുണം 4 12. അപ്പോൾ മുകളിൽ ഒന്നുമില്ലെങ്കിൽ 1 കൊടുത്തേക്കണം. പിടികിട്ടിയോ? ഇവിടെ വേറെ സംഖ്യ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് കൊടുത്തേക്കണം? 1 എന്നിവിടെ എഴുതിയേക്കണം ആൻസറിൽ. പിടികിട്ടിയോ?